വെൽക്കം ടു കിച്ചൺ ആർട്സ്. നമ്മളിന്നിവിടെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയിലയും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് തൽക്കാലം മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇവിടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പകുതി സവാള ഇതുപോലെ ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളറായി വരുന്നവരൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്ത മുരിങ്ങയിലയാണ്. ഇതൊരു 3-4 പിടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇലയൊന്ന് നല്ലപോലെ വാടി സോഫ്റ്റായിട്ട് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഇലയൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടോ, ഈ ഇലയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ മുട്ട ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്കിത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ മുട്ടയുടെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തവി ഉപയോഗിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് 1 പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ മുരിങ്ങയിലക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറി വെച്ചോ അല്ലെങ്കിൽ തനിച്ച് തോരൻ വെച്ചോ ഒക്കെ കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ മുട്ടയായിട്ടൊക്കെ ചേർത്ത് തോരനായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളുമാണ്.